കോട്ടൂർ വലിയ പീടിയേക്കൽ മണ്ണിശ്ശേരി കുടുംബത്തെക്കുറിച്ചുള്ള ഒരു ഹ്രസ്വ വീഡിയോയിലേക്ക് സ്വാഗതം. ഇവിടെ കാണുന്ന ചിത്രമാണ് മാറ്റങ്ങൾ വരുത്തിയ ആദ്യകാല മണ്ണിശ്ശേരി തറവാട്. മലപ്പുറം ജില്ലയിലെ ഹാജിയാർ പള്ളി പ്രദേശം ആധാരമാക്കി നിലനിന്നിരുന്ന ഒരു പ്രഗത്ഭവും അതിപുരാതനവുമായ മുസ്ലിം കുടുംബമാണ് കോട്ടൂർ വലിയ പീടിയേക്കൽ മണ്ണിശ്ശേരി കുടുംബം. നൂറ്റാണ്ടുകളായി മതപരവും സാമൂഹികവും രാഷ്ട്രീയവുമായ മേഖലകളിൽ ഈ കുടുംബം ശ്രദ്ധേയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. പഴയ മലപ്പുറം പ്രദേശത്തിന്റെ സാമൂഹിക ചരിത്രവുമായി ഈ കുടുംബത്തിന്റെ പാരമ്പര്യം അടുത്ത ബന്ധം പുലർത്തുന്നു. 1865 ഗവൺമെന്റ് രേഖകളിൽ ഈ കുടുംബത്തിന്റെ 9ാം തലമുറയെക്കുറിച്ചുള്ള പരാമർശങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് കുടുംബചരിത്ര രേഖകൾ സൂചിപ്പിക്കുന്നു. ഇതിലൂടെ മണ്ണിശ്ശേരി കുടുംബത്തിന്റെ പാരമ്പര്യവും സാമൂഹിക സ്ഥാനവും ചരിത്രപരമായ പ്രാധാന്യവും വ്യക്തമാകുന്നു. മലപ്പുറം പ്രദേശത്തെ മതസാമൂഹിക പ്രവർത്തനങ്ങളിലും പ്രാദേശിക നേതൃത്വ രംഗത്തും മണ്ണിശ്ശേരി കുടുംബം നിർണായക പങ്കുവഹിച്ചു. കുടുംബത്തിന്റെ വംശവിവരം ഇവിടെ നൽകിയിരിക്കുന്നു. മൂസ ഹാജിയും ഭാര്യ പള്ളിയിലാൽ ഉമ്മാത്തു ഉമ്മയും അവരുടെ മക്കളായ ഉണ്ണിയർ, കുട്ടി ഹസൻ, കുഞ്ഞിപ്പാത്തുമ്മ, ഹജ്ജുമ്മ, കദിയുമ്മ എന്നിവരെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. നൂറ്റാണ്ടുകളായി മലപ്പുറം നേർച്ച നടത്തി വന്നിരുന്ന 4 പ്രമുഖ കുടുംബങ്ങളിലൊന്നായിരുന്നു മണ്ണിശ്ശേരി. 1916 ഏപ്രിൽ 8-9 തീയതികളിൽ നടന്ന നേർച്ചയുമായി ബന്ധപ്പെട്ട നോട്ടീസാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. മണ്ണിശ്ശേരി കുടുംബാംഗങ്ങളുടെ പേരിലുണ്ടായിരുന്ന ഭൂവകകളെക്കുറിച്ചുള്ള 1800കളിലെ സർക്കാരിന്റെ വിവിധ രേഖകളാണ് ഇവിടെ കാണുന്നത്. ഈ വീഡിയോയിൽ മണ്ണിശ്ശേരി കുടുംബത്തിലെ മരണപ്പെട്ടവരുടെ ഓർമ്മകൾ പങ്കുവയ്ക്കുന്നു. മലപ്പുറം ഹാജിയാർ പള്ളിക്കടുത്ത പ്രമുഖ കുടുംബത്തിൽ ജനിച്ച മണ്ണിശ്ശേരി സെയ്താലിക്കുട്ടി മുസ്ലിം ലീഗിന്റെ ആദ്യകാല നേതാവും പ്രമുഖ വ്യക്തിയുമായിരുന്നു ഇദ്ദേഹം. മലപ്പുറം പ്രദേശത്തെ മുസ്ലിം ലീഗ് പ്രവർത്തനങ്ങളുടെ വളർച്ചയിലും സംഘടനാ ശാക്തീകരണത്തിലും അദ്ദേഹം നിർണായക പങ്കുവഹിച്ചു. പ്രഥമ മലപ്പുറം പഞ്ചായത്ത് ബോർഡിൽ മുസ്ലിം ലീഗിന്റെ നേതാവായും അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. മുൻ ഉപമുഖ്യമന്ത്രി കെ. ഔക്കാദർകുട്ടി നഹിയുടെ സഹോദരിയാണ് ഭാര്യ. മലപ്പുറത്തെ പുല്ലാരയിലെ അന്നത്തെ ഗവൺമെന്റ് അധികാരിയായിരുന്നു മണ്ണിശ്ശേരി അഹമ്മദ് കുട്ടി. മണ്ണിശ്ശേരി തറവാട്ടിലെ പ്രമുഖ അംഗമായിരുന്നു അദ്ദേഹം. സാമൂഹികവും പൊതുപ്രവർത്തനപരവുമായ പാരമ്പര്യം തുടർന്ന അദ്ദേഹത്തെ എല്ലാവരും ഓർക്കുന്നു. കെ. വി. മണ്ണിശ്ശേരി മുഹമ്മദ് 1907 ജനിച്ചു. 1936 പാലക്കാട് മുനിസിപ്പൽ കൌൺസിലറായും കേരളത്തിന്റെ 1ാം നിയമസഭയിൽ മങ്കട മണ്ഡലത്തിലെ MLA ആയും അദ്ദേഹം പ്രവർത്തിച്ചു. പാലക്കാട് ജില്ലാ വികസന കൌൺസിൽ, കേരള മുസ്ലിം എഡ്യൂക്കേഷൻ അസോസിയേഷൻ, പൊന്നാനി മൗനത്തിൽ ഇസ്ലാം സഭ, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കൌൺസിൽ എന്നിവയിൽ അംഗവുമായിരുന്നു. കെ. വി. അബ്ദുൽ ഖാദർ മണ്ണിശ്ശേരി 1928 ജനനം. കോട്ടൂർ വലിയ പീടിയേക്കൽ മണ്ണിശ്ശേരി കുടുംബത്തിലെ ഇളയ മകനായ അദ്ദേഹം കുടുംബ പാരമ്പര്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച വ്യക്തിയായിരുന്നു. കേരളത്തിനകത്തും പുറത്തും അറിയപ്പെട്ടിരുന്ന മെഷീൻ ഫിറ്റർമാരിൽ ഒരാളായിരുന്നു മണ്ണിശ്ശേരി ഫിറ്റർ ഹുസൈൻ. 1931 ജനിച്ച അദ്ദേഹം 2004 അന്തരിച്ചു. മലപ്പുറം ഹാജിയാർ പള്ളിയിലെ പ്രമുഖനും ആദ്യകാല മുസ്ലിം ലീഗ് നേതാവുമായിരുന്നു മണ്ണിശ്ശേരി കോയാമു ഹാജി. പ്രഥമ മലപ്പുറം നഗരസഭയിൽ കൌൺസിലറായും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. കൂടാതെ മലപ്പുറം വലിയ ജുമാഅത്ത് പള്ളി കമ്മിറ്റി, ഹാജിയാർ പള്ളി മസ്ജിദ് കമ്മിറ്റി, ഹാജിയാർ പള്ളി ഹയാത്തുൽ ഇസ്ലാം മദ്രസ തുടങ്ങിയ സ്ഥാപനങ്ങളുടെ പ്രസിഡന്റായും സേവനമനുഷ്ഠിച്ചിരുന്നു. ഹാജിയാർ പള്ളിയിലെ പൌരപ്രമുഖൻ മഹല്ല് കാരണവരും മലപ്പുറം നഗരസഭ മുൻ വൈസ് ചെയർമാനും ദീർഘകാലം മുനിസിപ്പൽ കൌൺസിലറുമായിരുന്ന മണ്ണിശ്ശേരി അബുക്കുട്ടി. മുസ്ലിം ലീഗിന്റെ മലപ്പുറത്തെ ആദ്യകാല സംഘാടകൻ മണ്ണിശ്ശേരി സൈതാലിക്കുട്ടിയുടെ മകനാണ് മുൻ ഉപമുഖ്യമന്ത്രി കെ. ഔക്കാദർകുട്ടി നഹയുടെ സഹോദരിയായ കിഴക്കിനകത്ത് കുഞ്ഞിപ്പാത്തുമ്മ ഹജ്ജുമ്മയുടെ മകനുമാണ്. മലപ്പുറത്തെ പൌരപ്രമുഖനും മുസ്ലിം ലീഗ് നേതാവുമായിരുന്നു ഷെരീഫ് ഹാജി മണ്ണിശ്ശേരി. മലപ്പുറം നഗരസഭാ കൌൺസിലറായും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുനീറിന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായും അദ്ദേഹം പ്രവർത്തിച്ചു. ഖലീൽ മണ്ണിശ്ശേരി മലപ്പുറം ഹാജിയാർ പള്ളി സ്വദേശിയും മണ്ണിശ്ശേരി കുടുംബാംഗവുമായിരുന്നു. അദ്ദേഹം സാമൂഹിക ബന്ധങ്ങളും ആത്മീയ ജീവിതവും ഉയർത്തിപ്പിടിച്ച വ്യക്തിയായിരുന്നു. മണ്ണിശ്ശേരി ഹമീദ് 1955 ജനിച്ചു. ബികോം ബിരുദധാരിയായ അദ്ദേഹം ഒലവക്കോട് കേൽ ഉദ്യോഗസ്ഥനായിരുന്നു. പുത്തൻപുര പരേതനായ അബ്ദുൽ ഖാദറിന്റെയും KD പാത്തുട്ടിയുടെയും മകനായി 1953 മെയ് മാസമാണ് മണ്ണിശ്ശേരി മുഹമ്മദ് ബഷീർ ജനിച്ചത്. ദീർഘകാലം പ്രവാസിയായിരുന്ന അദ്ദേഹം 2011 ജൂലൈ 31 അന്തരിച്ചു. നാട്ടിൽ വിവിധ മേഖലകളിൽ ബിസിനസ് നടത്തുകയും പൊതുകാര്യങ്ങളിൽ സജീവമാവുകയും ചെയ്ത വ്യക്തിത്വമായിരുന്നു കെ. വി. ബാബു. അദ്ദേഹം 1954 ജനിച്ചു. 2021 അന്തരിച്ചു. മലപ്പുറം ജില്ലയിലെ ഹാജിയാർ പള്ളിയിൽ ജനിച്ച മൊയ്തുട്ടി മണ്ണിശ്ശേരി കുടുംബ ബന്ധങ്ങൾക്കും സാമൂഹിക മൂല്യങ്ങൾക്കും പ്രാധാന്യം നൽകി ജീവിച്ചു. അദ്ദേഹം 2013 മെയ് 10 അന്തരിച്ചു. മലപ്പുറം ഹാജിയാർ പള്ളിയിലെ പൌരപ്രമുഖനും പരേതനായ മണ്ണിശ്ശേരി സെയ്താലിക്കുട്ടിയുടെ പുത്രനുമാണ് മണ്ണിശ്ശേരി കുഞ്ഞഹമ്മദ് എന്ന ഇപ്പിച്ചി. അദ്ദേഹം 1934 ജനിച്ചു. 2012 അന്തരിച്ചു. കോട്ടുമല LP സ്കൂളിലെ മുൻ ഹെഡ്മാസ്റ്ററും വിദ്യാഭ്യാസ രംഗത്ത് ശ്രദ്ധേയമായ സേവനം കാഴ്ചവെച്ച വ്യക്തിത്വവുമായിരുന്നു അബ്ദുൽ ഖാദർ മാസ്റ്റർ. മണ്ണിശ്ശേരി ഷെരീഫ് ഹാജി മണ്ണിശ്ശേരി കുടുംബത്തിലെ ഒരു പ്രമുഖ വ്യക്തിത്വമായിരുന്നു.
കുടുംബാംഗങ്ങളുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന അദ്ദേഹത്തിന്റെ പെട്ടെന്നുള്ള മരണം കുടുംബത്തിനു വലിയ നഷ്ടമായിരുന്നു. മമ്മണ്ണിശ്ശേരി അബ്ദുള്ളക്കുട്ടി ഹാജിയുടെ പഴയകാല ചിത്രമാണ് ഇവിടെ കാണുന്നത്. മണ്ണിശ്ശേരി ഹമീദിന്റെ പഴയകാല ചിത്രമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. മണ്ണിശ്ശേരി ഐമുട്ടിയുടെ ചിത്രമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അബ്ദുൾ റഹ്മാൻ മണ്ണിശ്ശേരിയുടെ പഴയകാല ചിത്രം ഇവിടെ കാണാം. മണ്ണിശ്ശേരി മൊയ്തീന്റെ പഴയകാല ചിത്രമാണിത്. അദ്ദേഹം 1944-ൽ ജനിക്കുകയും 2008-ൽ അന്തരിക്കുകയും ചെയ്തു. മണ്ണിശ്ശേരി അഷ്റഫിന്റെ പഴയകാല ചിത്രം ഇവിടെ കാണാം. മലപ്പുറം മുനിസിപ്പാലിറ്റിയിലെ പഴയ കൌൺസിലർമാരുടെ ഫോട്ടോയിൽ PK കുഞ്ഞാലിക്കുട്ടിക്കൊപ്പം മണ്ണിശ്ശേരി അബുക്കുട്ടി. മണ്ണിശ്ശേരി ഷെരീഫ് ഹാജിയെക്കുറിച്ച് പത്രത്തിൽ വന്ന വാർത്തയുടെ ചിത്രമാണ് ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മണ്ണിശ്ശേരി ഷെരീഫ് ഹാജിയുടെയും പാണക്കാട് ശിഹാബ് തങ്ങളുടെയും ഒപ്പമുള്ള ചിത്രമാണിത്. പാണക്കാട് ശിഹാബ് തങ്ങളോടൊപ്പം മണ്ണിശ്ശേരി തറവാട്ടിൽ വെച്ചെടുത്ത ചിത്രമാണ് ഇവിടെ കാണുന്നത്. മണ്ണിശ്ശേരി മൊയ്തുട്ടിയാണ് ചിത്രത്തിലുള്ളത്. മണ്ണിശ്ശേരി ഷെരീഫ് ഹാജി ശിഹാബ് തങ്ങളോടൊപ്പം മണ്ണിശ്ശേരി തറവാട്ടിൽ വെച്ചെടുത്ത മറ്റൊരു ചിത്രമാണിത്. മണ്ണിശ്ശേരി ഹമീദിനെക്കുറിച്ച് സിനിമാ നടൻ ജോയ് മാത്യു എഴുതിയ കുറിപ്പിൽ നിന്ന് മാതൃഭൂമിയിൽ പ്രസിദ്ധീകരിച്ച ഫോട്ടോയാണ് ഈ സ്ലൈഡിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 1957-ലെ കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ MLA-ആയി തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ പട്ടികയിൽ KV മണ്ണിശ്ശേരി മുഹമ്മദ് ഉൾപ്പെടുന്നു. ആദ്യകാല മുസ്ലിം ലീഗ് MLA-ആയി 1957-കളിൽ തെരഞ്ഞെടുക്കപ്പെട്ട മണ്ണിശ്ശേരി KV മുഹമ്മദിനെക്കുറിച്ച് പത്രത്തിൽ വന്ന വാർത്തയുടെ ചിത്രമാണിത്. മണ്ണിശ്ശേരി KV മുഹമ്മദ് MLA-യുടെ ഫോട്ടോ സഹിതം സർക്കാർ വെബ്സൈറ്റിലുണ്ടായിരുന്ന ചിത്രമാണ് ഇവിടെ കാണുന്നത്. മലബാർ ക്രിസ്ത്യൻ കോളേജിൽ 1931 കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാരുടെ കൂടെ എടുത്ത ഫോട്ടോയിൽ മണ്ണിശ്ശേരി KV മുഹമ്മദിനെയും കാണാം. 2013-ൽ ഇന്ത്യൻ പ്രസിഡന്റ് പ്രണബ് മുഖർജിയുടെ കയ്യിൽ നിന്നും അവാർഡ് ഏറ്റുവാങ്ങുന്ന മണ്ണിശ്ശേരി ഗഫൂറിന്റെ ചിത്രമാണിത്. 2012-ൽ മണ്ണിശ്ശേരി ഗഫൂർ അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിൽ നിന്ന് അവാർഡ് ഏറ്റുവാങ്ങിയതിനു ശേഷമെടുത്ത ചിത്രമാണിത്. വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന അബ്ദുറബിന്റെ കയ്യിൽ നിന്ന് മണ്ണിശ്ശേരി ഗഫൂർ അവാർഡ് ഏറ്റുവാങ്ങുന്ന ചിത്രം ഈ സ്ലൈഡിൽ നൽകിയിരിക്കുന്നു. ഫഹ്മ ജെബിൻ KVM. അവരുടെ ചെറുപ്പകാലത്ത് അന്നത്തെ ഇന്ത്യൻ രാഷ്ട്രപതിയായിരുന്ന .A.B.J. അബ്ദുൽ കലാമുമായി സംഭാഷണം നടത്തുന്ന ഒരു പഴയകാല ചിത്രം ഇവിടെ കാണാം. മലപ്പുറം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി മണ്ണിശ്ശേരി നൌഷാദ് കൊണ്ടോട്ടി തങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു ചിത്രം. മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി മണ്ണിശ്ശേരി നൌഷാദ്, മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് സാദിഖലി തങ്ങളോടൊപ്പം നിൽക്കുന്ന ചിത്രം.